നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സ് ആൻഡ് ദെയർ യൂസസ് എന്ന് പറയുന്ന ജിയോഗ്രഫിയിലെ ചാപ്റ്ററിൽ പറയുന്നത്. അവിടെ തന്നെ നമ്മളോട് പറയുന്ന ശരിക്കും ഒരു ഹിസ്റ്ററി ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ഉണ്ട്, നമ്മുടെ പഞ്ചാബിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്. അവിടെ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുൻപേ തന്നെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ ഒരു സമയത്ത് ഇന്ത്യ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്ന് പറയുന്നത് ഫുഡ് ഷോർട്ടേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസുകളായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ ഗ്രെയിൻസിനെയും നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1960s ഒരു ടൈം പീരീഡിലാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു വിറ്റ്നസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും ആദ്യ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു പഞ്ചാബ് എന്ന് പറയുന്നത്. പഞ്ചാബ് ഈസ് നോൺ ആസ് ദ ഹാർട്ട് ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ വലിയ ഡെവലപ്മെന്റുകൾ നടന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു അവിടെ. അവിടെ നല്ല രീതിയിൽ HYV സീഡ്സുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സുകളും വളരെ എക്സ്ട്രീം ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അഗ്രികൾച്ചറിനെ വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടെ ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി വരെ ഫാമേഴ്സിന് പ്രൊവൈഡ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ടെല്ലാം ഇവർ ഭയങ്കരമായ അളവിൽ ഗ്രൗണ്ട് വാട്ടറിനെ മാക്സിമം എന്ത് ചെയ്തു, പമ്പ് ചെയ്തെടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബട്ട് പിന്നീട് ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ എല്ലാം സൈഡ് എഫക്റ്റുകൾ അവർ ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബ് എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ ഏറ്റവും ഭയങ്കരമായ രീതിയിൽ ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിന്റെ അവൈലബിലിറ്റി ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ആയി മാറിയിട്ടുണ്ട്. പഞ്ചാബിന്റെ ഒരു മെജോറിറ്റി ഓഫ് ഏരിയയിലും 30 മീറ്റേഴ്സിന് താഴെയാണ് ആക്ച്വലി ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സമയത്ത് പഞ്ചാബിനെ ഏറ്റവും വലിയ ഡെവലപ്മെന്റിലേക്ക് എത്തിച്ച അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇന്ന് പഞ്ചാബിനെ വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആയിരിക്കാം വാട്ടർ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ മറ്റു ഒരുപാട് റിസോഴ്സുകൾ ഉണ്ടായിരിക്കാം. ബട്ട് ആ എത്രത്തോളം അവൈലബിൾ ആണെങ്കിൽ പോലും അതിനെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടേ യൂസ് ചെയ്യാവുള്ളൂ. ഇന്നത്തെ പഞ്ചാബ് ഫേസ് ചെയ്യുന്ന ആ ഒരു ക്രൈസിസിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് കൃത്യമായിട്ട് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന പോയിന്റ് കൂടിയാണ്. നമ്മുടെ HYV സീഡ്സുകൾക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായ രീതിയിൽ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് വാട്ടർ പമ്പ് ചെയ്തതായിരിക്കാം. അതിന് ഗവൺമെന്റ് സപ്പോർട്ട് കൊടുത്താൽ ഫ്രീ ഇലക്ട്രിസിറ്റി ആയിരിക്കാം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സുകളും ആയിരിക്കാം. ആക്ച്വലി ഇങ്ങനെയുള്ള സ്റ്റോറികളിലൂടെയാണ്, ഇങ്ങനെയുള്ള ഹിസ്റ്ററികളിലൂടെയാണ് നമ്മൾ സോഷ്യൽ സയൻസിനെ പഠിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ കേട്ട സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം ഉണ്ടായിരിക്കും, ഇനി പഞ്ചാബിനെ കുറിച്ചുള്ള ഒരു കേസ് സ്റ്റഡി നമ്മളോട് എക്സാമിനേഷൻ ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇതുപോലത്തെ ഒരുപാട് സ്റ്റോറികൾ നമ്മുടെ ഓരോ ചാപ്റ്ററുകളിലും നമുക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ സ്റ്റോറികൾ വഴി നമുക്ക് ഇതിനെ പഠിച്ചു തീർക്കാം.